തങ്ങളും സഹാബത്തും ഹിജറ മദീനത്തേക്ക് ഹിജറ പോകുമ്പോൾ നബിതങ്ങൾ പറഞ്ഞു അത് നടന്നുകൂടി, നമ്മളെ ഭാഷ പറഞ്ഞാൽ മദീനത്തുകാർ നടന്നുകൂടി. അപ്പൊ സഹാബത്ത് ചോദിച്ചതാണ്, എങ്ങനെ ഞങ്ങൾ പോവാ? നിങ്ങൾക്ക് കാശില്ല, വണ്ടിക്ക് കാശില്ല, നമ്മൾ പറയാം പോയിക്കൂടെ, വണ്ടിക്ക് കാശില്ല, എങ്ങനെ പോകും? ഭക്ഷണം ഇവിടെ. അപ്പോഴാണ് ആയത്തിറങ്ങിയത്, മാമിന്ദാപത്തിനില്ലാതെന്നായി നിൽക്കുക, ഏതൊരു ജീവിക്കും അന്ത ഭക്ഷണം ഏറ്റിട്ടുണ്ട്, നിങ്ങളിതിനെ വേദനാവും നടന്നോളിന്നാണ്. ഇതാർക്കാണ് ഈ ഉറപ്പും ഈ കരുത്തും? സഹാബത്തിനാണ്. അങ്ങനെയാണ് ആയത്തിറങ്ങിയത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് അള്ളാഹുവോടെല്ലാം ചോദിച്ചൂടെ, ഭക്ഷണമായാലും ഇനി അസുഖം വന്ന് മാറ്റിത്തരാനൊക്കെ നേരിട്ടാണ് ചോദിച്ചൂടെ എന്ന് ചോദിച്ചാൽ ചോദിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇക്കാലത്ത് ജീവിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഇക്കാലത്ത് നിന്നാണ് കാലത്തേക്ക് മാത്രമല്ല, നമ്മൾ ഈമാൻ ബലഹീനമാണ്. ഈമാൻ കാലക്രമേണ കുറഞ്ഞ ആളുകളാണ്, ഈമാൻ ബലഹീനാണ്. അത്രത്തോളം ഈമാൻ ബലഹീനമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹു തരും എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നാൽ നമ്മുടെ നിരാശപ്പെടുന്നത് മാത്രമല്ല, ഈമാൻ തെറ്റിപ്പോകും. അങ്ങനെയാണ്, എല്ലാം അമ്മ തരുന്നുള്ളൂ. അതിനാണ് അള്ളാഹു തല കാരണങ്ങൾ വെച്ചത്. ആ കാരണമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, ജോലിക്ക് പോവുക, അസുഖം വന്നാൽ ചികിത്സിക്കുക. അസുഖം വന്നാൽ ചികിത്സിക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല, സുന്നത്താണ്. ഒരാള് അള്ള മാറ്റി തരും, ശിഫയാക്കി തരും പറഞ്ഞിരുന്നാൽ ഓനക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അള്ളാഹു അത്രയും തവക്കുലുമാണ്, അത്രയും സ്റ്റാൻഡേർഡുമാണ് ആളുകളുണ്ട്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു മനുഷ്യണ്ടായിരുന്നു, അയാൾ ജോലിക്ക് പോവില്ല. അന്ന് തരുമെന്ന് പറഞ്ഞല്ലേ, ഞാൻ വിളിക്കണം കരിയിലോടെ ഇരുന്നു. ആളുകൾ വന്നിട്ട് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനോട് ഇറാഖിൽ ഒന്നിട്ട് പറഞ്ഞു, ഇമാമകളെ, ഒരു കുടുംബത്തിൽ ഒരുപാട് ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ഒരാള് പറയാണ്, അന്ന് തരും, ഞാൻ ജോലിക്ക് പോണില്ല എന്ന് അയാൾ ഇരിക്കുന്നുണ്ട്, എന്താണ് അയാളോട് പറയേണ്ടത്? മഹാനവറുകൾ പറഞ്ഞു, അയാൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. വിവരമില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അത്രയും തവക്കുൽ അയാൾക്കുണ്ടോ എന്ന് അയാൾ ഇരുന്നോട്ടെ. നമുക്ക് തവക്കുൽ എന്തായാലും പോവല്ലേ, ഉറപ്പാണ്. എനിക്കിപ്പോ 1,00,000 റുപ്യ വേണം വിചാരിച്ച് ഞാൻ ഇവിടെ നേരം മൂടി പൊളിച്ച് ഇരുന്നാലേ ഒന്നാലെ പള്ളിയിൽ വേണം, ഒന്നാ തരുമെന്ന് ഇരുന്നാൽ ആ ഇരുത്തുണ്ടാവും. അപ്പൊ അന്ന് തരൂലേ, തരും. അതിന് കാരണം നമ്മൾ വേറെ തരണം, കിട്ടാനുള്ള ശ്രമം നടത്തുക, അല്ലെങ്കിൽ അവന് ചോദിക്കുക, അതിനുള്ള ശ്രമം നടത്തണം. അവിടെയാണ്, അപ്പോഴാണ് ഈമാൻ ഉണ്ടാവുക. ഇത് സ്വഹാബത്തടക്കമുള്ള എല്ലാവരും ചെയ്തു പോകുന്നതാണ്. പിന്നെ ഒരാൾക്ക് പറയുന്നത് നേരിട്ട് അള്ളാഹുവോട് ചോദിക്കുന്ന ആളാന്ന് പറഞ്ഞാൽ നടക്കൂല. അതിന് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സിദ്ധീയങ്ങളുണ്ട്, നമുക്കറിയാം. അള്ളാഹുവിലേക്ക് നേരെ ബന്ധം വിട്ട ആളുകൾ ഓരെ സംബന്ധിച്ചിടത്തോളം ഓർക്ക് നേരെ അള്ളാഹുവോട് ചോദിക്കലാണ് പറഞ്ഞു. അപ്പോൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ ചോദിക്കും, നബി സഹായം തേടിയിട്ടുണ്ടോ? നബിയല്ല വലിയ ആള്, മൂപ്പര് നബിതങ്ങൾ ഇസ്തിഹാസം നടത്തിയിട്ടുണ്ടോ? സഹായം തേടിയിട്ടുണ്ടോ? നബിതങ്ങൾ നേരെ ആരുമില്ലല്ലോ, ഒക്കെ അന്ന ചെയ്തു കൊടുക്കുന്ന കാര്യം. സിദ്ദീഖ് റളിയല്ലാഹു പനി വന്നു. അപ്പൊ ചോദിച്ചല്ലോ, ഡോക്ടറെ കാണണ്ടേ? കാണാം. പിറ്റേന്ന് ചോദിച്ചു, അല്ല ഡോക്ടറെ കണ്ടു? ഡോക്ടർ കണ്ടുവന്നു. എന്തേ ചോദിച്ചു? എന്താ മൂപ്പര് ഡോക്ടർ അള്ളയാണ്, അള്ള ഇഷ്ടമല്ല ചെയ്യും. ഇതാണെങ്കിലും PhD നബി പറഞ്ഞില്ലേ, എനിക്ക് രോഗം വന്നാൽ ഓ സുഖം, വിശപ്പുണ്ടായ ഓ ഭക്ഷണം തരും. അതാണ് സ്റ്റാൻഡേർഡിലാണ്. അതേ സമയത്ത് അത്ര തന്നെ ഇത് കുറഞ്ഞ ആളുകളോ, നമ്മൾ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇല്ല. അതാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ വന്നിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അള്ളാഹുവോട് ഞങ്ങളെ കാര്യം നിങ്ങൾ പറയിട്ടോ. അപ്പൊ പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം, പക്ഷെ ഇപ്പോഴല്ല. എപ്പോഴാണ് സൗഫ? പിന്നീട്. ഈ പിന്നീട് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് മഹാന്മാർ പറയുന്നത്? വെള്ളിയാഴ്ച വരട്ടെ. അതാ വിഷയം. നമുക്ക് വലിയ പോയിന്റ് ഉണ്ട്. പല ആണ്ട് കരിയിൽ ബന്ധപ്പെട്ട ഒരാണ്ടുണ്ട്, അതിപ്പോ വ്യാഴാഴ്ചയാണ് ബുധനാഴ്ചയാണ് വരിക. ഇപ്പൊ അങ്ങനെ ആക്കണം. ഈ വെള്ളിയാഴ്ച മാറ്റിയാൽ ഒരു ഈ സംഘട്ടായാലും ആ മൂല്യം കിട്ടും, ആ മഹത്വം കിട്ടും.
അത് യാക്കൂബ് പറഞ്ഞു എപ്പോഴല്ല സൗഫ പിന്നീട് ഞാൻ ഇത് പോയപ്പോളാ താങ്കളോട് ഞാൻ കാര്യം പറഞ്ഞോളാം, പക്ഷെ സൗഫ പിന്നീട് ഇപ്പോഴല്ല വെള്ളിയാഴ്ച വരട്ടെ നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് നീട്ടി പറഞ്ഞില്ല, അള്ളാഹുവിലേക്ക് വിടാൻ ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ ഒരു സിദ്ദീഖീങ്ങളാണ്. ഉള്ളാഹുവിനും നേരെ അള്ളാഹിന്റെ അടുത്ത ആളുകൾ അത്രയും ഉയർന്നത് കൊണ്ട് അവർക്ക് നേരെ കാര്യങ്ങൾ നടക്കും. സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഈമാൻ ബലഹീനമായ ആളുകൾക്ക് ഒരു കാരണമായിട്ട് ബന്ധപ്പെടണം. ജോലി കിട്ടണം, കാശ് വേണം, കട തുറക്കേണ്ടി വരും, വീട് തുറക്കേണ്ടി വരും, കച്ചവടം ചെയ്യണം, അങ്ങനെയുണ്ട്. ഇനി അല്ലാത്തവരുണ്ട്. വേറെ രസമുണ്ട്. ഹസൻ ബസരി റളിയല്ലാഹുവിനും ഹബീബുൽ അജമി എന്ന രണ്ട് മഹാന്മാർ പോവാണ്, യാത്ര ഒരു വഴിക്ക് പോവാണ്. അപ്പോ ഹസൻ ബസരി ഇങ്ങനെ ഇറാഖിലെ ടൈഗ്രീസ് നദിന്റെ ഭാഗത്ത് എത്തിയപ്പോ ഹബീബുൽ അജമി എന്ന് പറഞ്ഞ മഹാന്റെ രണ്ടാളും കരക്ക് നിൽക്കുകയാണ്. അപ്പൊ ചോദിച്ചോ എന്താ ഇവിടെ നിൽക്കുന്നു ചോദിച്ചോ. അപ്പൊ ഹസൻ ബസരി എന്ന് പറഞ്ഞാൽ തോണി കത്തിക്കുകയാണ്, അപ്പുറം പോകണം പറഞ്ഞു, തോണി കത്തിക്കുകയാണ്. അപ്പൊ ഹബീബുൽ അജമി പറഞ്ഞു നിങ്ങൾക്ക് ഇല്ലുമ്പും വിവരമൊക്കെ ആ വെള്ളത്തിന്റെ മേലെ നടന്നാൽ പോലെ, ആ വെള്ളത്തിന്റെ മേലാണ് നടന്നാൽ പോലെ, താണു പോകുന്നില്ലല്ലോ, ആണ് പോയാൽ പോലെ. അല്ല ഞാൻ വണ്ടി കഴിക്കാൻ കാത്തിക്കണം. അപ്പൊ ഹബീബുൽ അജമി മുന്നിൽ വെച്ചിട്ട് നേരെ വെള്ളത്തിന്റെ മേലെ നടന്നാണ് അപ്പുറത്തോട് പോയി, താണു പോയതൊന്നുമില്ല. ഹസൻ ബസരി റളിയല്ലാഹുവിനോ ഉപ്പരിങ്ങനെ തോണിയൊക്കെ വന്നു ആ തോണിയൊക്കെ നിർത്തി അതിന്റെ കയ്യിൽ അങ്ങനെ പോയി. രണ്ടും പറ്റും. അത് ഓരോരുത്തരുടെ കരുത്തിനനുസരിച്ചാണ്. അപ്പൊ കരുത്തില്ലാത്തതുകൊണ്ടല്ല, എന്തെങ്കിലും പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുക. അർജന്റുണ്ടെങ്കിൽ പള്ളിക്ക് പോകാൻ, ഇല്ലെങ്കിൽ നടന്നു പോകാറുണ്ട് മതി. അപ്പൊ ഞാൻ ഇതിനകത്ത് പറഞ്ഞു വെച്ചാൽ അത്രയും കരുത്തും ഉറപ്പും തവക്കുലൊക്കെ ഉള്ള വലിയ വലിയ ആളുകളാണ് നേരിട്ട് അതാണ് ചോദിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രോഗം വന്നാൽ, അസുഖം വന്നാൽ ഡോക്ടറേറ്റ് പോകണം, അതിലല്ല പച്ച കാരണങ്ങളുമായിട്ട് ബന്ധപ്പെടുക. അങ്ങനെ വരുമ്പോൾ നമ്മളെ ഈമാന് രണ്ടും അത്ര വെച്ചതാണ്. ഇപ്പൊ ഈ കൂടുതൽ സംശയങ്ങൾക്കൊക്കെ ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതേ കാരണമാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാഹു തആല ഖുർആൻ ഓതാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ ഖറഅ സൂറത്തുൽ വാഖിയത്തി ലം തുസിബുഹു ഫാഖത്തുൻ. വാഖിയ സൂറത്ത് ഓതിയാൽ ഓന് ദാരിദ്ര്യം വരില്ല, റിസ്ക് എപ്പോഴും ഉണ്ടാവുക. റിസ്ക് അറിയാം. അപ്പൊ റിസ്ക് ഭക്ഷണത്തിന്റെ സൂറത്താണ് വാഖിയ സൂറത്ത്. ഇത് ലളിതങ്ങൾ പറഞ്ഞു ഓതിയാല് ഓനത് പിടികൊടുക്കില്ല. നമ്മൾ ഓതുന്നവരാണ്, പറഞ്ഞാതെ ഓതുന്നവരുണ്ട്, ഓതുണ്ടാവും, ഞാൻ മനസ്സിലാക്കണം. കാരണം ഞാനടക്കം ഓതണം, ഞാൻ ഓതി വരുന്നുണ്ട്. ഇനി ഇല്ലെങ്കിൽ നമുക്ക് കാണാതെ കണ്ടിട്ടെങ്കിലും അത് പതിവാക്കിയാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ആ തടസ്സം ചെയ്യും. റിസ്ക് മുക്കൂല. എപ്പോഴെങ്കിലും ഇങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് കാര്യങ്ങൾ നടക്കണം. ഈ വിഷയം വന്നോടുത്ത് മഹാന്മാർ ചരിത്രത്തിൽ പറയുന്നത്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അസുഖം വന്നു, മരിക്കാൻ കിടക്കാണ്. മരണവേളയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, ഡോക്ടർ നേരത്തെ പറഞ്ഞ മാതിരി ഡോക്ടറെ കണ്ടോ? ആ കണ്ടു, ഇങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ചോദിച്ചു, ആ ആണ്ടത്തലി അഹിലിക്ക, നിങ്ങളെ കുടുംബത്തിന് വല്ലതും ഉണ്ടോ, വല്ല ഡെപ്പോസിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അതാണ് അവിടെ നമ്മളെ പോയിന്റ്. എന്താ വല്ല ഗുണം മരിക്കണം, അങ്ങനെ അവസ്ഥ മറ്റ മാറിയിരുന്നു. കുടുംബത്തിന് എന്താ ഉള്ളത്? ബാങ്ക് നമ്മളിപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ വല്ലതും ബാങ്കിൽ പല പേരിൽ കുട്ടികളെ പേരിലുണ്ടോ എന്ന അർത്ഥത്തിന് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലാ അഖ്ശാ അലൈഹിമുൽ ഫഖ്റ ബഅദമാ അല്ലംതുഹും സൂറത്തുൽ വാഖിയത്തി യഖറഊനഹാ കുല്ല ലൈലത്തിൻ. എനിക്ക് പേടില്ല, എനിക്ക് ബേജാറില്ല. എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ബേജാറില്ല മക്കളെ. എന്റെ വാഖിയ സൂറത്ത് ഞാൻ ഓനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാ രാത്രി പെരിയ കുട്ടികളും മക്കളും ഓതുന്നുണ്ട്. എനിക്ക് എന്തിനു ബേജാറ്? അപ്പൊ അതിലൂടെ റിസ്ക് തരുന്ന അതെടുത്തിട്ട് നമ്മൾ ഇപ്പോ ഇങ്ങനെ ചോദിക്കുന്ന ആളോട്, മരിക്കുന്ന ഒരാളും ചോദിക്കുക, അഫത്താണ് വല്ല വസിയത്തുണ്ടോ, കുട്ടികൾക്ക് വല്ലതും ഒരുക്കി വെച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ നമ്മൾ പല പവറിൽ ഇന്ന് പറയുന്നത് എന്ത് ചെയ്യണം? കുറച്ച് സ്ഥലവും പറമ്പും കുറച്ച് ഇതൊക്കെ അവിടെ പേരിലുണ്ട്, ബാങ്കിൽ 10 ലക്ഷം റുപ്യൊക്കെ ഉണ്ട്, അൽഹംദുലില്ലാ.
അത് കേൾക്കുമ്പോൾ ചോദിച്ച ആൾക്കും നമുക്കൊക്കെ സന്തോഷം ഉണ്ടാവും. നേരെ മറിച്ചിപ്പോൾ ഞാൻ മരിച്ചത് നേരത്തെ ഞാൻ പറയാം, അത് കുട്ടികളെ വാക്യാസുഖത്തെ അങ്ങനെ ഓടിക്കോളും, അങ്ങനെ ഓലങ്ങനെ ഓടിക്കോളും, അവർക്ക് അത് കിട്ടും എന്ന് പറയണമെങ്കിൽ ഞാൻ എത്ര ഉയർന്ന സ്ഥാനത്തെത്താം. എന്നാൽ വാക്യസുഖത്ത് ഒരേ കിട്ടണമുണ്ട്. അതുകൊണ്ട് അവ തവക്കുല് ഇങ്ങനെയും വേണം, രണ്ട് നിലക്കും വേണം. ഇനി അതിനതൊക്കെ പറഞ്ഞു വെച്ചാൽ ഈമാൻ തെറ്റിപ്പോവാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾക്കുള്ളത് എങ്കിലും അല്ലാഹുവിലുള്ള വിശ്വാസവും അചഞ്ചലമായ തവക്കുലും ഒക്കെ നമ്മുടെ ഈമാൻ അനുസരിച്ചുണ്ട് എങ്കിലും അവൻ നിർദ്ദേശിച്ച കാര്യങ്ങളാണ് ഖുർആനും ഹദീസുമായിട്ട് ബന്ധപ്പെടാൻ, വിവാദത്തുമായിട്ട് ബന്ധപ്പെടാൻ, കച്ചവടം കൂടി ഇതൊക്കെ കിട്ടും. അവൻ തരുന്നത് അത് മുഖേനയാണ്. വിചാരിക്കുന്ന സംശയം ഉണ്ടാവും. അല്ലാതെ നേരിട്ട് ചോദിച്ചാൽ പോലെ എന്നുണ്ടെങ്കിൽ സംശയം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടുത്തെ സംശയം തീർക്കുന്ന സമയം എന്താ, നമുക്കിതൊന്ന് പുറത്തിറങ്ങിയ വസ്വാസമാണ്. എല്ലാ വിഷയത്തിലും വസ്വാസമാണ്. ഓരോ വിഷയത്തിലും ഒരാളൊന്ന് ചോദിച്ച് ഏതോ നിസ്കാരം കഥ കൂട്ടേണ്ട ആവശ്യമില്ല. എന്തിനും കഥ കൂട്ടേണ്ട ആവശ്യമില്ല. അതൊക്കെ കഴിഞ്ഞു പോയ കാലത്ത് അതങ്ങനെയാണ് പോയാൽ മതി. നിസ്കാരം കഥ കൂട്ടണ്ട. ഒക്കെ ജീവിച്ച് നിൽക്കുന്ന നമ്മുടെ അടിയിലുള്ള ആളുകളുണ്ട്. ഒക്കെ പ്രേരിപ്പിച്ചോളൂ. വിവരം അങ്ങേയറ്റുണ്ടെങ്കിൽ ഈ ജാതി വസ്വാസക്കും ഒന്നും പോവില്ല. നമ്മളെ പോയിട്ടല്ല, ഇങ്ങനെ വസ്വാസമാക്കൂല. അതുകൊണ്ട് പോയി സമയം പോലെ പറയാം. അപ്പൊ ഈ തവക്കുലും ഈമാനും ഒക്കെ അള്ളാഹു നമ്മളൊക്കെ നിലനിർത്തി തന്ന് അവൻ പൊരുത്തപ്പെട്ട അടിമകളിൽ അള്ളാഹു ഈമാൻ തെറ്റിപ്പോവാതെ അവന്റെ പൊരുത്തത്തിലായി തന്നെ മരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സംശയമുള്ളവർക്കൊക്കെ പിന്നെ ഇപ്പോൾ സൗകര്യം പോലെ ചോദിക്കുക. അള്ളാഹു ഇതിനൊക്കെ നമ്മൾ തൗഫീഖ് നൽകട്ടെ.